പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് നമ്മളുടെ മാനിഫെസ്റ്റേഷൻ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തുകൊണ്ടാണ് നടക്കാത്തത്? അതിനൊരു പ്രത്യേക റീസൺ ഉണ്ട്. നമ്മളുടെ ഫ്രീക്വൻസി ഉയരുമ്പോൾ മാത്രമാണ് നമ്മുടെ ഗോൾസുകൾ നമുക്ക് പെട്ടെന്ന് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നത്. പല ആളുകൾക്കും അറിയില്ല എന്താണ് ഫ്രീക്വൻസി എന്നൊക്കെ. ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഒരു റേഡിയോ നമ്മളൊരു പ്രത്യേക ട്യൂണിൽ നമ്മൾ അതിനെ ഒരു പ്രത്യേക ട്യൂണിൽ നമ്മൾ അതിന് സെറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്രത്യേക ഫ്രീക്വൻസിയിലാവുമ്പോൾ മാത്രമാണ് എന്ത് സംഭവിക്കുന്നത്, അതിൽ പാട്ടുകൾ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. ഇതുപോലെ തന്നെ ടി വിയിൽ നമ്മൾ ചാനലുകൾ മാറ്റുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് റിമോട്ട്. ഒരു പ്രത്യേക റിമോട്ടിൽ പ്രത്യേക ഫ്രീക്വൻസിയും ടി വിയും തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. അതുകൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്, അവിടെ ചാനൽസുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതെല്ലാം ഒരു പ്രത്യേക ഫ്രീക്വൻസി ഉള്ളത് കൊണ്ടാണ് അതിൽ നമുക്ക് വിഷ്വൽസ് കാണാനും എല്ലാം കഴിയുന്നത്. ഇതുപോലെ തന്നെ നമ്മുടെ ഉള്ളിലും ഇതേപോലൊരു ഫ്രീക്വൻസി ഉണ്ട്. ഇതുപോലൊരു ഫ്രീക്വൻസി നമ്മുടെ ഉള്ളിലുള്ള ഫ്രീക്വൻസിയും നമ്മുടെ ആഗ്രഹങ്ങളുടെ ഫ്രീക്വൻസിയും തമ്മിൽ മാച്ച് ആകുമ്പോഴാണ് നമ്മളുടെ ഗോൾസുകൾ പെട്ടെന്ന് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നത്. ഈ ഗോൾസുകളൊക്കെ മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അഫർമേഷൻസും പല ടെക്നിക്സുകളും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ എന്നിട്ടും ചിലപ്പോൾ അച്ചീവ് ചെയ്യാൻ സാധിക്കാറില്ല. അതെന്തുകൊണ്ടാണെന്ന് പറയാം. നമ്മുടെ ഉള്ളിലെ ഫ്രീക്വൻസിക്കും ഇതുപോലെ 4 സ്വിച്ചുകളുണ്ട്. ഏതൊക്കെയാണെന്നറിയോ? FTBA. ഒന്നുകൂടെ പറയാം, FTBA. എഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീലിങ്സ്, T തോട്ട്സ്, B ബിലീഫ്, A ആക്ഷൻ. ഈ 4ഉം അലൈൻഡ് ആവുമ്പോഴാണ് നമ്മളുടെ ആഗ്രഹങ്ങൾ മാച്ചായിട്ട് വേഗം നടക്കുന്നത്. ഒരു ഉദാഹരണത്തിൽ പറയാം. ഏറ്റവും കൂടുതൽ എപ്പോഴും ഉദാഹരണത്തിൽ പറയുമ്പോൾ പെട്ടെന്ന് നമ്മളുടെ മനസ്സുകളിൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുകയാണ് എൻ്റെ ബോഡി വെയ്റ്റ് ഇപ്പോൾ കൂടുതലാണ്, അതിനെ കുറയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിൽ 58 kg ആവണമെന്നാണ് ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഞാൻ അതിനൊരു അഫർമേഷൻസ് ക്രിയേറ്റ് ചെയ്യണം. എൻ്റെ ബോഡി വെയ്റ്റ് 58 kg ആയതിൽ താങ്ക് യു എന്നൊക്കെ ഞാനൊരു അഫർമേഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ എൻ്റെ ഉള്ളിൽ തോട്ട് എന്ന് പറയുന്നത് എനിക്ക് 58 kg ആവണമെന്നാണ്. പക്ഷേ എൻ്റെ ഫീലിങ്സ് എന്താണെന്നറിയോ? ഞാൻ വളരെ ലേസിയാണ്. കാരണം എക്സസൈസ് ചെയ്യാൻ പോകുമ്പോൾ എനിക്ക് വല്ലാതെ ടയേർഡായി ഫീൽ ചെയ്യുന്നു. ഒരു മടി, നാളെ ഞാൻ ചെയ്യാം എന്ന ഫീൽ എനിക്ക് വരുന്നു. ജങ്ക് ഫുഡ്സ് കാണുമ്പോൾ എനിക്ക് കഴിക്കാനുള്ള ടെൻഡൻസി വരുന്നു. അപ്പോൾ എൻ്റെ ഫീല് ഈ തോട്ട് ഒരു ഡയറക്ഷനിൽ പോകുന്നു, എൻ്റെ ഫീലിങ്സ് ഏത് ഡയറക്ഷനിൽ പോകുന്നു? ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പോണത്. കാരണം എനിക്ക് 58 കിലോ ആവണം, പക്ഷെ എൻ്റെ ഫീൽ എന്ന് പറയുന്നത് ലേസിയാണ്, ജങ്ക് ഫുഡ്സ് കാണുമ്പോൾ കഴിക്കുന്നു, ഹെൽത്തി ഫുഡ് കഴിക്കുന്നില്ല എന്നൊക്കെ വരുമ്പോൾ എൻ്റെ ഫീൽ നേരെ ഓപ്പോസിറ്റാണ് വരുന്നത്. അതുപോലെ എൻ്റെ ബിലീഫ്, എനിക്ക് വിശ്വാസം വേണം, ഞാൻ ഇന്ന് ഈ എക്സസൈസ് ചെയ്താൽ എൻ്റെ ബോഡി വെയ്റ്റ് എനിക്ക് 58 kg ആക്കാം എന്നുള്ള ഒരു വിശ്വാസം എനിക്കുള്ളിൽ വേണം. ഞാൻ ചിന്തിക്കണേ അല്ലല്ല, ഈ എക്സസൈസ് ചെയ്തുകൊണ്ടൊന്നും എൻ്റെ ബോഡി വെയ്റ്റ് കുറയത്തില്ല എന്നുള്ള ബിലീഫാണെങ്കിൽ ഇത് നടക്കുമോ? നടക്കില്ല. പിന്നെ എന്ന് പറയുന്നത് ആക്ഷനാണ്. ആക്ഷൻ എന്ന് പറയുമ്പോൾ ഞാൻ ഈ 58 കിലോ ആക്കാൻ വേണ്ടി ഒരു ആക്ഷൻ എടുക്കണ്ടേ? ഈവൻ ഞാനൊരു എക്സസൈസ് ചെയ്യണം, ഹെൽത്തി ഫുഡ് ഹാബിറ്റ് ആക്കണം. ഇങ്ങനെ ഒരു ആക്ഷൻസും ഞാൻ എടുക്കുന്നില്ലെങ്കിൽ എൻ്റെ ഗോൾസുകൾ എങ്ങനെയാണ് അച്ചീവ് ചെയ്യാൻ എനിക്ക് സാധിക്കുക? ഇത് ഞാനൊരു എക്സാമ്പിളായിട്ട് ഈ ഹെൽത്ത് ബേസ് ചെയ്ത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇതുപോലെ ഓരോ ഗോൾസുകൾക്കും നമ്മൾ ഈ FTBA പ്രോപ്പർ ആണെങ്കിൽ അഥവാ അലൈൻഡ് ആണെങ്കിൽ തീർച്ചയായും നമ്മുടെ ഗോൾസുകൾ അച്ചീവ് ചെയ്യാൻ സാധിക്കും. അപ്പം നമ്മുടെ ഫ്രീക്വൻസി മനസ്സിലായോ? ഈ നമ്മളുടെ ഫ്രീക്വൻസിയിലുള്ള ഈ സ്വിച്ചസുകളാണ് ഈ FTBA എന്നുള്ളത്. അപ്പോൾ ഈ FTBA അലൈൻഡ് ആണെങ്കിൽ തീർച്ചയായും നമ്മുടെ ഗോൾസുകൾ നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ഓരോ ഗോൾസുകൾ എടുക്കുമ്പോഴും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഓരോ ആഗ്രഹങ്ങളുടെയും FTBA എന്താണ് എന്ന് നിങ്ങൾ ആദ്യം സ്വയം അനലൈസ് ചെയ്യുക. അത് പ്രോപ്പർ ആണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളും നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ നിങ്ങൾക്ക് വളരെ ഫാസ്റ്റായിട്ട് കഴിയും. ഞാൻ പറഞ്ഞ FTBA എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ ഏത് ഗോൾസ് എടുക്കുമ്പോഴും നിങ്ങളുടെ മൈൻഡിലുള്ളത് നിങ്ങളുടെ ഗോൾസുകൾ അച്ചീവ് ചെയ്യാൻ നിങ്ങളെ ഒരുപാട് സഹായിക്കും. താങ്ക് യു.